GT എഡ്യൂക്കേഷന്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ ICSE കുട്ടികൾക്ക് ഈ സെക്ഷൻ ഫോർമുല എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, 13ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ അത് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിരുന്നു. അപ്പോൾ സെക്ഷൻ ഫോർമുലയുടെ എങ്ങനെയാണ് ആ ഫോർമുല ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം, അതിന്റെ ഒരു ട്രൂ മീനിങ് എന്താണ് എന്നാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് +1 സയൻസ് സ്റ്റുഡൻസിന് CBSE, സ്റ്റേറ്റ്, ICSE ഈ 3 സ്ട്രീമിലും വരുന്നുണ്ട്. അതുപോലെ ICSE 10th വരുന്നുണ്ട്, CBSE വരുന്നുണ്ട്, CBSE സ്റ്റുഡൻസിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു ലൈൻ, ഇവിടെ AB എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. അതിന്റെ എയുടെ പോയിന്റ്സ് കോർഡിനേറ്റ്സ് ആണ് x1, y1, ബിയുടെ കോർഡിനേറ്റ്സ് ആണ് x2, y2. So here we can see a line AB joining the points x1, y1 and x2, y2. And P is a point on this line. P ഇതിലുള്ള ഈ ലൈനിലുള്ള ഒരു പോയിന്റ് ആണ് P. അത് ചിലപ്പോൾ അതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കാം, ചിലപ്പോ ഒരു റേഷ്യോയിലുള്ള ഒരു പോയിന്റ്, എങ്ങനെ വേണമെങ്കിലും ആയിരിക്കാം. ഓക്കെ, അപ്പൊ P എന്ന് പറയുന്ന ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് x, y എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ഈ ലൈൻ നമ്മളൊരു ഇവിടുന്ന് ഒരു പോയിന്റ് നമ്മൾ x ആക്സിലേക്ക് ഒരു ഇത് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു. ഇത് മുട്ടുന്ന പോയിന്റ് ആണ് L, ഈ ആംഗിൾ 90 ആണ്. ഇവിടെ ഇത് M ആണ്, ഇത് N ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ വരെയുള്ള കോർഡിനേറ്റ് x ന്റെ x ആണ്, ഇവിടെ വരെയുള്ളത് x1 ആണ്. അപ്പോൾ ദിസ് ഡിസ്റ്റൻസ് ഇസ് x minus x1. Like that, this distance is x2 minus x1. അപ്പോ ഇവിടെ P തൊട്ട് ഞാനിപ്പോ ഒരു G എന്തെങ്കിലും കൊടുക്കാം. PG എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x2 minus x1 ആണ്. ഇവിടെ AR എന്ന് പറയുന്ന പോയിന്റ് x minus x1. Likewise, ഈ PM എന്ന് പറയുന്നത് y minus y1 ആണ്. ഇവിടെ വരെയുള്ള ഹൈറ്റ് y ആണ്, ഇവിടെയുള്ള ഹൈറ്റ് y1, y minus y1. അതുപോലെ ഇവിടെ ഉള്ള ഹൈറ്റ് എന്ന് പറയുന്നത് NB അല്ലെങ്കിൽ BN എന്ന് പറയുന്നത് y2 minus y1 ആണ്. ഇപ്പൊ AP by PB എന്ന് പറയുന്നത് ഒരു റേഷ്യോയിലാണ്. അത് നമ്മൾ M1 by M2 എന്ന് കൊടുത്തു. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, AP is to PB equal to M1 is to M2. അപ്പോ നമ്മുടെ ഈ ഒരു സെക്ഷൻ ഫോർമുല പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ P എന്ന് പറയുന്ന x, y എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സെക്ഷൻ ഫോർമുല. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിനെ ജോയിൻ ചെയ്യുന്ന 2 പോയിന്റ്സ് ഉണ്ട്. അതിന്റെ ഇനീഷ്യൽ പോയിന്റ് x1, y1, ഫൈനൽ പോയിന്റ് x2, y2. P എന്ന് പറയുന്നത് ഈ ലൈനിലെ ഒരു പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ Pയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സെക്ഷൻ ഫോർമുല. ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി ഇതിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കും, ഇതിന് നമുക്ക് പ്രൂഫ് ഉണ്ട്. പക്ഷെ നമുക്ക് പ്രൂഫ് കുട്ടികൾക്ക് ആവശ്യമില്ല. ആർക്കെങ്കിലും അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, അതിന്റെ പ്രൂഫ് നമുക്ക് വീഡിയോയിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോർമുല ഇങ്ങനെയാണ് വരാ. കോർഡിനേറ്റ്സ് ഓഫ് P എന്ന് പറയുന്നത് M1 x2. അപ്പൊ ഇവിടെ AP എന്ന് പറയുന്നത് M1 into x2, M1 into കോർഡിനേറ്റ്സ് ഓഫ് B, M1 into x2 പ്ലസ് M2 into, ഇപ്പൊ നമ്മളിവിടെ M2 ആണ്, ഇത് M2 into y1 കോർഡിനേറ്റ്സ് ഓഫ് A ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇത് ചെയ്താൽ നമുക്ക് x കോർഡിനേറ്റ് കിട്ടും. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, x കോർഡിനേറ്റ് കിട്ടാനായിട്ട് M1 into x2 പ്ലസ് M2 into x1 ബൈ M1 പ്ലസ് M2. അതുപോലെ തന്നെ y കോർഡിനേറ്റ് കിട്ടാനും നമുക്ക് എന്താ, M1 into y2 പ്ലസ് M2 into y1 ബൈ M1 പ്ലസ് M2. ഈ ഫോർമുല പഠിക്കാൻ വളരെ സുഖമാണ്. കാരണം എന്താ, M1 വരുമ്പോൾ x2 ആണ് വരാ, M2 വരുമ്പോൾ x1 ആണ് വരാ. ഓക്കെ, അതുപോലെ ഇവിടെ M1 വരുമ്പോൾ y2 ആണ് വരാ, M2 വരുമ്പോൾ y1 ആണ്. അപ്പൊ ദിസ് ഈസ് ദ സെക്ഷൻ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ കോർഡിനേറ്റ്സ് ഓഫ് P, x, y. അപ്പൊ x കോർഡിനേറ്റ് എന്ന് പറയുന്നത് M1 x. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഇവിടെ എടുത്ത് എഴുതാം. ഇതിന്റെ x കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, M1 x2 പ്ലസ് M2 x1 ബൈ M1 പ്ലസ് M2. ഓക്കെ, likewise y coordinate is equal to M1 y2 plus M2 y1 divided by M1 plus M2. സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് വെക്കേഷൻ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ബേസിക്സ് ഒക്കെ ക്ലിയർ ആക്കാൻ വരുന്ന ഏറ്റവും നല്ലൊരു സമയമാണ്. അപ്പോൾ നമ്മൾ ICSE കുട്ടികൾക്കായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളിൽ നമ്മൾ 1 at a time ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാക്സിമം ഒരു 5 കുട്ടികൾ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ കുറച്ച് പോർഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും, ചിലവരെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അല്ലെങ്കിൽ നേരിട്ട് വിളിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് മാത്രമായിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ട്യൂഷനായിട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നതാണ്. എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് റെൻസ് തോമസ് സൈനിങ് ഔട്ട്.